ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിരൺസ് ഫാമിലി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറേ നാളും കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് എടുക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ക്ലിനിക്കിൻ്റെ ഒരു ക്ലിനിക് ടൂർ, ഇപ്പോൾ ഹോം ടൂർ എന്നൊക്കെ പറയുന്നതിൽ ഒരു ക്ലിനിക് ടൂർ എടുക്കാനായിട്ട് കുറേ ഞാൻ ശ്രമിക്കുന്നു, ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ, അതായത് ഞങ്ങളുടെ സ്വന്തം സ്ഥാപനം ശാന്തിഗ്രാം കേരള ആയുർവേദ പവേഡ് ബൈ നർമേദ് റിവർ വ്യൂ റിസോർട്ട്. ധന്വന്തിരിനെയൊക്കെ നമ്മൾ ഇവിടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ കൂടുതൽ നേരം ഇരിക്കാറ്. റിസപ്ഷനിസ്റ്റ് കം തെറാപ്പിസ്റ്റൊക്കെയാണ് ഞാൻ. മാനേജറും അങ്ങനെ എല്ലാമാണ്. ഇത് നമ്മുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് കുങ്കുമാതി ഓയിൽ, നമ്മുടെ മുഖത്തിന് നല്ല കാന്തിയും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. ഇത് അരവിന്ദാസവം അരിഷ്ടമൊക്കെ കേട്ടോ. അതുപോലെ ഗന്ധർവഹസ്താദി തൈലം, ഓരോ തൈലങ്ങളും കഷായങ്ങളൊക്കെയാണത്. നമുക്കിത് മേലേക്ക് വെച്ചിട്ടുണ്ട്. ടാബ്ലറ്റുകൾ, കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ലിവിങ് റൂം. നമ്മളിവിടെ നല്ല ഭംഗിയിൽ ഈ ടേബിൾ തന്നെ കണ്ടില്ലേ. ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇതാണ് നമ്മുടെ ഡോക്ടറുടെ റൂം. നല്ല ഭംഗിയുള്ള ചെടികൾ. ഒബ്സർവേഷൻ റൂം. ഈ 3 ചിത്രങ്ങൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇത് വാദം, പിത്തം, കഫം, ഈ 3നെയും പ്രതിദാനം ചെയ്യുന്ന ചിത്രങ്ങളാണ്. പിന്നെ ഇതൊരു വള്ളംകളിയാണ്, അതായത് നമ്മുടെ കേരളത്തനിമയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ വച്ചിരിക്കുന്ന. ഇതിങ്ങനെ ഒരു കോർണർ ടേബിളാണ്. ഈ മണി പ്ലാന്റൊക്കെ ഞാൻ സെറ്റ് ചെയ്ത കേട്ടോ. എനിക്കിങ്ങനെ ചെടികളൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഇൻഡോർ പ്ലാന്റാലോ. ഇടയ്ക്കിടയ്ക്ക് നനച്ചൊക്കെ കൊടുക്കും ഇവിടുത്തെ ജോലിക്കാർ. ഞാൻ നനച്ചു കൊടുക്കലൊക്കെ നിർത്തിയെന്ന് വെച്ചാൽ മടുത്തു. തൈലങ്ങൾ ഇവിടെയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രസായനങ്ങൾ, ലേഹ്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പേര് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതോരോ ഘൃതമാണ്. ഘൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ന്നാട്ടോ അർത്ഥം. ഇത് ചൂർണങ്ങൾ, എല്ലാവർക്കും പരിചിതമായൊരു ചൂർണ്ണമായിരിക്കും രാസ്നാദി ചൂർണം അല്ലേ. ക്ലിയർ ആവുന്നില്ല, അതായത് പേരുകളെ ചിലപ്പോൾ ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ശരിയാവാനായിട്ടായിരിക്കും. ഇവിടെയും കുറച്ച് അരിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇത് നമ്മുടെ പാൻട്രിയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ, അത് കാണിക്കാത്ത നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ വച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ആന നെറ്റിപ്പട്ടം കെട്ടിയ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹൗസ് ബോട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ പഞ്ചകർമ്മ തെറാപ്പി റൂം നമ്പർ 1. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാചട്ടി, ധാരാ സ്റ്റാൻഡ്. ഇതാണ് നമ്മുടെ ദ്രോണി, പാത്തി എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഇവിടെ നമ്മൾ കിഴികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൊടിക്കിഴിയാണ്. അതുപോലെ സോപ്പ്, ടവൽസ്, പാൻറ്റീസ്. ഇത് കിണ്ടിയാട്ടോ, അതായത് നമുക്ക് ചില പിഴിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ തേനൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റീം ബോക്സ്. ഇതിനകത്ത് ഇരുത്തിയിട്ടാണ് നമ്മൾ ആളുകളെ സ്റ്റീം ചെയ്തെടുക്കുന്നത്.
കണ്ടോ, ഇതിലിരുത്തും. ഒരു തുണി ഇട്ടിട്ടായിട്ട് ഇരുത്തുള്ളൂ, അല്ലെങ്കിൽ പൊള്ളിപ്പോവും. ഇതാണ് സ്റ്റീമർ, നമ്മുടെ ബാത്റൂം. പിന്നെ ഇതാണ് ഞങ്ങളുടെ കണ്ണാടി. ഇവിടെയാണ് ഞാൻ വന്ന് സൗന്ദര്യം നോക്കുന്നത്. ടിൻഡടിങ്. ഇതൊക്കെ എൻ്റെ സാമഗ്രികളാണ്. ഞാൻ ചന്ദനം തൊടുന്നു, കുങ്കുമവും രാസ്നാദിയും. ഇവിടെ ഒരു ചാർലി ചാപ്ലിനെ പോലത്തെ ഒരാളെ വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇവിടെ ഒരു കായൽ കൊടുത്തിട്ടുണ്ട്, തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഇരിപ്പുണ്ട്. ഇതാണ് റൂം നമ്പർ 2, പഞ്ചകർമ്മ റൂം 2. ഒരു നമസ്കാരമൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു ഷീറ്റൊക്കെ ഇടും. ഇവിടെയും താരച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീമർ ഇവിടെ നേരെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ചെയർ കൊടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്ക് ഹെഡ് മസാജൊക്കെ ചെയ്യാൻ നേരത്ത് ചെയ്യാനായിട്ട്. ഇത്തിരി മെസ്സായിട്ടാണ് കിടക്കുന്നത്, എങ്കിലും ഇത് വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓയിലുകൾ, ടർക്കി, റോസ് വാട്ടർ, മറ്റേ നേരത്തെ കണ്ട കിണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു തെറാപ്പി എടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാരൊക്കെ നടപ്പുണ്ട്. അതാണ് സന്ധ്യ ചേച്ചി, നമ്മുടെ ഫീമെയിൽ തെറാപ്പിസ്റ്റാണ്. പിന്നെ സ്നേഹ ചേച്ചിയൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. സ്നേഹ ചേച്ചിനൊക്കെ കൂടുതൽ പേർക്ക് അറിയായിരിക്കും. തണുപ്പായതുകൊണ്ട് പുറത്തിറങ്ങാത്ത, ഞാനും വിറച്ചാണ് നിൽക്കുന്നത്. ഉണ്ടല്ലേ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഇവിടെ ഒരു കല്യാണമുണ്ട്. പറ്റിയ കല്യാണം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നല്ല വ്യൂ ആണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടാകും. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥാപനവും കാര്യങ്ങളൊക്കെ. എനിക്ക് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം വിറച്ചിട്ട് പാടില്ല. ഇവിടെ കല്യാണത്തിന് ഭയങ്കര ബാൻഡ് മേളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പറ്റിയ ചെക്കനെ പെണ്ണിനെയൊക്കെ കാണിച്ചു തരാം, കല്യാണം ഷൂട്ട് ചെയ്യാൻ പറ്റിയ. പിന്നീട് ഞങ്ങളുടെ സ്ഥാപനവും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ. അതായത് നമ്മൾ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ് എടുക്കുന്നത്. അത്യാവശ്യം എന്താ പറയുക, എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ആയുർവേദപരമായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതാണ് ഇവിടുത്തെ ഓഡിറ്റോറിയം. നല്ല ഭംഗിയില്ലേ ഈ പൂക്കളൊക്കെ കാണാം. ഇതൊക്കെ ഒറിജിനലൊന്നുമല്ല, പക്ഷേ സ്റ്റേജൊന്നും ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. ഇവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവിടുത്തെ കല്യാണങ്ങൾ, അപ്പോൾ ആളുകൾക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. നല്ലൊരു മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്താനായിട്ടേ. നല്ല രസമല്ലേ. പറ്റിയ കല്യാണങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ കല്യാണം കഴിക്കുന്നവർക്ക് ഇവിടെ നമ്മുടെ നർമ്മേർ റിസോർട്ടിലൊക്കെ വന്ന് നടത്താം. അതെ, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗി. എങ്ങനെ ഇതിൽ നമ്മൾ എൻ്റെ ആസ്വാദനം നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയാം നല്ല ഭംഗിയുണ്ട്. എന്താ പറയുക, ശരിക്കും ഇതൊക്കെ കാര്യം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്താ പറയുക, നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എന്താ പറയുക, ക്ലിനിക് ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനവും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, ഭയങ്കര തണുപ്പും കാര്യങ്ങളാണെന്നുള്ളൂ. ഇപ്പം നമുക്ക് ഇത്തിരി വിൻ്റർ സീസൺ ആയതുകൊണ്ട് പേഷ്യൻ്റ് കുറച്ച് കുറവാണ്. ഇവിടെ ഈ പറഞ്ഞ കാര്യം തൊട്ടപ്പുറത്ത് തന്നെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. നമുക്ക് ഇടയ്ക്ക് പോയി കാണാനും അവരുടെ ആചാരങ്ങൾ കാണാനൊക്കെ നല്ല അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ ചെയ്യുന്നത്, ഞാൻ എപ്പോഴും നമ്മൾ എന്നാണ് പറയുള്ളൂ, ഞാൻ എന്ന് ഞാൻ പറയാറില്ല. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ കയറി വരുന്നത്. അപ്പം ഞാൻ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചകർമ്മ തെറാപ്പിയാണ് ആയുർവേദത്തിൽ. അതായത് പഞ്ചകർമ്മ തെറാപ്പിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഉഴിച്ചിൽ പിഴിച്ചിൽ എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പേഷ്യൻസിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു രോഗിയുടെ രോഗത്തെ മനസ്സിലാക്കിയിട്ട് അയാൾക്ക് വേണ്ട തെറാപ്പികളും കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഭ്യംഗം, നസ്യം, വിരേചനം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് ഉണ്ട്. അതുപോലെ കിഴികൾ, പലതരം കിഴികളുണ്ട്. പൊടിക്കിഴി, ഞവരക്കിഴി, ഇലക്കിഴി, മുട്ടക്കിഴി, നാരങ്ങക്കിഴി,
അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ചികിത്സാ രീതികളുണ്ട്. അപ്പം നിങ്ങൾക്ക് അതുപോലെ രീതികളെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പഠിച്ചത് എവിടെയാണെന്നും എന്ത് കോഴ്സാണ് എടുത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ശരിക്കും ഈ ഒരു മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നമ്മുടെ ശരീരത്തിനും ബാധിക്കുന്ന മേഖലയൊക്കെ തന്നെയാണ് എങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനോ അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആണ് എപ്പോഴും. നമ്മുടെ മൈൻഡ് എപ്പോഴും നല്ല കൂളായിട്ടിരിക്കും. അതുപോലെ ഈ ആയുർവേദ എണ്ണകളും കാര്യങ്ങളൊക്കെ നമ്മളും യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എണ്ണയുണ്ട്, അത് തേച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ കുറവുണ്ട്. ഡാൻഡ്രഫ് ആയിക്കോട്ടെ, താരനൊക്കെ നല്ല കുറവുള്ള പലതരം എണ്ണകളുണ്ട്. ഇപ്പം നിങ്ങളുടെ മുഖം വെളുക്കാനോ അതുപോലെ നിങ്ങൾക്ക് മുടി വളരാനോ മുടി നരയ്ക്കുന്നതിന് മാറ്റാനോ താരൻ മാറാനോ അങ്ങനെ എന്ത് അസുഖമായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ തെറ്റുകളൊക്കെ ഒരു ക്ഷമിക്കണം. എങ്കിലും എല്ലാവരും പറയാറുണ്ട് സംസാരം നല്ല രസമാണ്, കേൾക്കാൻ നല്ല രസമുണ്ടെന്നൊക്കെ. അതിലൊത്തിരി സന്തോഷം. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് മിക്കവരും മറ്റേ പായസമൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്, ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ഒക്കെ എൻ്റെ ഭയങ്കര ഒരു പാഷനാണ്. ഞാനിത് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ചെയ്യുന്നതൊക്കെ കണ്ട് നോക്കിയും കണ്ടൊക്കെ നിന്ന് പഠിച്ചതാണ്. പിന്നെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഞാൻ കുക്കിംഗ് പഠിച്ചൊരു വീഡിയോ അല്ലെങ്കിൽ പുതിയ ഡിഷസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് മിയ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലാണ്. അവരുടെയാണ് കൂടുതലും. ആ ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇടിപിടിയിൽ ഓടിപ്പോയി ഇൻസ്റ്റൻ്റായിട്ട് എന്തുണ്ടാക്കാമോ അത് പോയി ഉണ്ടാക്കും. അങ്ങനെയായിരുന്നു. അതുപോലെ ചോറ് വെച്ചിട്ട് നുറുക്ക്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സിമ്പിൾ ട്രിക്സ് ഫുൾ ഞാൻ ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു. ഫസ്റ്റ് ഹോട്ടൽ മാനേജ്മെൻറ്റിനൊക്കെ പോകണമെന്നായിരുന്നു. പിന്നെ ITI എടുത്തു. ITIയിൽ ഇലക്ട്രോണിക്സ് ആയിരുന്നു ഞാൻ പഠിച്ചത്. നല്ല ഫീൽഡൊക്കെ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും കൂടുതൽ ഇൻട്രസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു മേഖലയിലായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. നേഴ്സിംഗ് ഫീൽഡിനോടാണ് കൂടുതൽ താല്പര്യം. ആളുകളെ ശുശ്രൂഷിക്കാനും എന്താ പറയുക, നമ്മൾ കാരണം ഒരാളുടെ അസുഖം മാറുമ്പോൾ അയാൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് മതി നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനും. അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൈപുണ്യം കൊണ്ടാണ് അയാളുടെ രോഗം മാറിയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അത് മതി. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കണം. ഞാൻ ഇടിച്ചു പൊട്ടിക്കുന്നത് അത് വേറൊരു ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഹിൻ്റാട്ടോ. അതായത് VR in Love 2.0, അതുപോലെ തന്നെ സിന്ധുമ വ്ളോഗ്സ്, ഡ്രീം വേൾഡ് ഓഫ് ശ്രീ, അങ്ങനെ ഒത്തിരി ചാനലുകളുണ്ടല്ലോ. എന്തായാലും ഒത്തിരി സന്തോഷം, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഞാൻ കുറേ ദിവസം ഇങ്ങനെ ആലോചിക്കുന്നു. തൊട്ട് നേരെ തന്നെയാണ് നമ്മുടെ ശ്രീരാമക്ഷേത്രം, അവിടെ നിന്ന് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്താ പോണോ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യും. നമുക്ക് അവിടെ പോവാം അങ്ങനെയാണെങ്കിൽ. അതുപോലെ ഇവിടെ ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കാൻ നേരം കിട്ടിയിട്ടില്ല, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊരു എത്തും പിടിയില്ലാത്ത കാരണം. ഇപ്പം മാപ്പോ എന്തെങ്കിലുമൊക്കെ നോക്കി, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു പയ്യനുണ്ട്, അവൻ പഞ്ചാബ് അങ്ങനത്തെ ടൂറൊക്കെ പോയേക്കായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനോട് ചോദിച്ചിട്ടൊക്കെ സ്ഥലമൊക്കെ സെറ്റാക്കി പോയി കാണാം. നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ കളക്ട്രേറ്റൊക്കെ അടുത്ത ദിവസം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായുള്ളൂ. എല്ലാവരും കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.